Hi friends, welcome to eureka. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പിരമിഡ് പാറ്റേൺ അല്ലെങ്കിൽ ഹിൽ പാറ്റേൺ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പർട്ടിക്കുലർ ടൈപ്പ് ഹിൽ പാറ്റേൺ എങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ആദ്യം കോഡിങ്ങിലേക്ക് പോകുന്നതിന് മുന്നേ ഈ പാറ്റേൺ എങ്ങനെയാണെന്ന് നിങ്ങൾ അനലൈസ് ചെയ്യുക. അപ്പോൾ ആദ്യം ഒരു പാറ്റേൺ പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ എത്ര റോസ് ഉണ്ടെന്ന് നോക്കുക. അപ്പോൾ എത്ര റോസ് ഉണ്ട്? 1 2 3 4 5 റോസ് ഉണ്ട്. ഇനി ഞാൻ ഈ പിരമിഡിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതാ ഇതിൻ്റെ നടുക്കൂടെ ഞാനിതിനെ സ്പ്ലിറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഒരു വരച്ചത് ശരിയായില്ല, പക്ഷേ ഇതുപോലൊരു ട്രയാങ്കിൾ ആയിട്ടല്ലേ വരുന്നത്. ഇപ്പുറത്തെ സൈഡ് സ്പ്ലിറ്റ് ചെയ്താൽ വേറൊരു ട്രയാങ്കിൾ. നമുക്കിപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലെ ട്രയാങ്കിൾ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഈ ട്രയാങ്കിൾ ഇപ്പോൾ നിങ്ങൾ ഈ ഇടയ്ക്ക് സ്പേസിങ് ഇല്ലാതെ പ്രിന്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അതായത് ഈ സ്പേസ് കിടന്ന സ്ഥലത്തൊക്കെ ഓരോ സ്റ്റാർ ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു സ്റ്റാർ വരും, ഇവിടെ ഒരു സ്റ്റാർ വരും, പിന്നെ ഇവിടെ 2 സ്റ്റാർ വരും, ഇവിടെ 2 സ്റ്റാർ വരും. കറക്റ്റ് അല്ലേ? അപ്പോൾ ഏകദേശം നിങ്ങളുടെ പാറ്റേൺ ഇതുപോലെ ഇരിക്കത്തില്ലേ അല്ലേ? ഇനി ഈ പർട്ടിക്കുലർ പാറ്റേൺ എങ്ങനെയാണ് പ്രിന്റ് ചെയ്യുന്നതെന്ന് ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. അതായത് ആദ്യത്തെ റോയിൽ ഒരു 4 സ്പേസിങ്ങിന് ശേഷം ഒരു സ്റ്റാർ, പിന്നെ 3 സ്പേസിങ്ങിന് ശേഷം 2 സ്റ്റാർ, പിന്നെ 2 സ്പേസിങ്ങിന് ശേഷം 3 സ്റ്റാർ. അതായത് സ്പേസിങ്ങിന്റെ എണ്ണം കുറഞ്ഞു വരുന്നു, സ്റ്റാറിന്റെ എണ്ണം കൂടിക്കൂടി വരുന്നു. ശരിയല്ലേ? അതാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. അതായത് ആദ്യം സ്പേസിങ്ങും അതിനുശേഷം സ്റ്റാറിന്റെ ഒരു കോമ്പിനേഷനും, ഈ 2 എണ്ണം കൂടെ ചേരുമ്പോഴാണ് ഈ പർട്ടിക്കുലർ പാറ്റേൺ പ്രിന്റ് ആവുന്നത്. ഓക്കെ, നമുക്കപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് സ്പേസിങ്ങോട് കൂടിയാണ് പ്രിന്റ് ചെയ്യേണ്ടത്. ശരിയല്ലേ? ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഈ പാറ്റേൺ പ്രിന്റ് ചെയ്യുന്നത് എടുക്കുക. അപ്പോൾ ഇത് പ്രിന്റ് ചെയ്യുന്ന എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ചെറിയൊരു വ്യത്യാസം വരുത്തിയാൽ തന്നെ നമുക്ക് ഹിൽ പാറ്റേൺ കിട്ടും. ഈ ഒരു പാറ്റേൺ എടുക്കുമ്പോൾ നമ്മുടെ ഔട്ടർ ഫോർ ലൂപ്പിൽ റോസിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ലൂപ്പ് എഴുതുക. അതായത് എത്ര റോസ് ഉണ്ട് അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ലൂപ്പ് എഴുതുക. അത് കോൺസ്റ്റന്റ് ആയിരിക്കും. അതിനുശേഷം ഒരു ലൂപ്പ് കാണും. അതെന്തിനാണ്? സ്പേസിങ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിനുശേഷം സ്റ്റാർ പ്രിന്റ് ചെയ്യാൻ വേറൊരു ലൂപ്പ്. അപ്പോൾ എന്തിൻ്റെയൊക്കെ കോമ്പിനേഷൻ ആണോ നിങ്ങളുടെ പാറ്റേൺ അതിൽ ഓരോന്നിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ലൂപ്പ് വേണം നിങ്ങൾ ആലോചിച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് പ്രിന്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് പാറ്റേൺ 6 എന്ന് പറഞ്ഞൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്തൊരു മെയിൻ ഫംഗ്ഷനും ഉണ്ട്. ഓക്കെ, ഇനി നമുക്കിപ്പോൾ നമ്മുടെ റോസിൻ്റെ കൗണ്ട് എത്രയായിരുന്നു? 5 അല്ലേ? അപ്പോൾ അത് വെച്ച് എങ്ങനെയാണ് ഈ പാറ്റേൺ പ്രിന്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ ഫോർ ലൂപ്പിനകത്ത് എങ്ങനെ കൊടുക്കുക? ആദ്യം നമ്മുടെ റോയെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലൂപ്പ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് 5 റോ ആയിരുന്നു. കറക്റ്റ് അല്ലേ? അപ്പോൾ 4 int i equal to 5 അല്ല, i equal to 1 എവിടെ വരെ പോകണം? i less than or equal to 5 വരെ i പ്ലസ് പ്ലസ്. ഓക്കെ, ഇതാണ് നമ്മുടെ റോസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൂപ്പ്. അതായത് ഫസ്റ്റ് റോയിങ് തുടങ്ങി 5th റോ വരെ പോകണം. ഓക്കെ, ഔട്ടർ ഫോർ ലൂപ്പ് എഴുതി. ഇനി എന്താണ്? സ്പേസിങ്ങിന് വേണ്ടിയിട്ടുള്ള ലൂപ്പാണ്. ശരിയല്ലേ? അപ്പോൾ ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം 4 സ്പേസിങ്, 3 സ്പേസിങ്, 2 സ്പേസിങ്, 1 സ്പേസിങ്, അങ്ങനെ ഓരോ റോ കുറഞ്ഞു വരുമ്പോഴും സ്പേസിങ് കുറഞ്ഞു വരുന്നു. അപ്പോൾ തുടക്കത്തിൽ നിങ്ങൾ ഏത് വാല്യൂ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ എത്ര സ്പേസിങ് ഉണ്ട് അതാണ് ഫസ്റ്റ് ഇനിഷ്യൽ വാല്യൂ ആയിട്ട് കൊടുക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ 4 സ്പേസിങ് അല്ലേ ഉള്ളത്. ശരിയല്ലേ? അപ്പോൾ ഇവിടെ കൊടുക്കുക 4 int j equal to 4, j greater than or equal to i, j മൈനസ്. ഇപ്പം നമ്മുടെ ഈ ഐ അതായത് കറസ്പോണ്ടിങ് റോയെ ഡിപ്പെൻഡ് ചെയ്താണല്ലോ സ്പേസ്. ഓക്കെ, അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഐ എന്നുള്ള കണ്ടീഷൻ കൊടുത്തു. ഇനി എന്താണ് ഇവിടെ പ്രിന്റ് ചെയ്യേണ്ടത്? ഇത് നമ്മുടെ സ്പേസിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ സിസ് ഔട്ട് കൊടുത്തിട്ട് ജസ്റ്റ് എംപ്റ്റി സ്പേസ് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ സിസ് ഔട്ട് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക. ഔട്ട് ഡോട്ട് പ്രിന്റ് എല്ലാം കൊടുക്കാൻ പാടില്ല, പ്രിന്റേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്പേസ് നെക്സ്റ്റ് ലൈനിൽ പോയി സ്പേസ് പ്രിന്റ് ആവും. നമുക്ക് അങ്ങനെയല്ല. ഇപ്പോൾ ഈ ലൂപ്പ് ഫസ്റ്റ് റോയിൽ നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് റോയിൽ എത്ര സ്പേസ് ഉണ്ടോ അത്രയും സ്പേസും പ്രിന്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് റോയിലോട്ട് പോവുക. ശരിയല്ലേ? അപ്പോൾ ഇവിടെ എത്ര സ്പേസ് ഉണ്ടോ അത് പ്രിന്റ് ആവും. അപ്പോൾ നമ്മുടെ സ്പേസിങ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൂപ്പ് എഴുതി. ഇനി എന്താണ്? നമ്മുടെ സ്റ്റാർ പ്രിന്റ് ചെയ്യണം. ശരിയല്ലേ? അപ്പോൾ അത് കൊടുക്കുക. ഇപ്പോൾ സ്റ്റാർ നിങ്ങൾ നോക്കിയാൽ കാണാം. ആദ്യത്തെ റോയിൽ 1 സ്റ്റാർ, 2 സ്റ്റാർ, 3 സ്റ്റാർ, 4 സ്റ്റാർ, 5 സ്റ്റാർ, ഇങ്ങനെ സ്റ്റാറിൻ്റെ എണ്ണം കൂടി വരികയാണ്. ശരിയല്ലേ? അപ്പോൾ നിങ്ങൾ കൊടുക്കുക 4 int k equal to, അപ്പോൾ എത്ര ആയിരിക്കും കൊടുക്കേണ്ടത്? ഇനിഷ്യൽ സ്റ്റാറിൻ്റെ വാല്യൂ എത്രയാണോ അതാണ് ആദ്യം കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ റോയിൽ 1 സ്റ്റാർ അല്ലേ ഉള്ളൂ, 1 സ്റ്റാർ. അപ്പോൾ എത്ര കൊടുക്കണം? ഇപ്പോൾ 4 സ്റ്റാർ ആയിരുന്നെങ്കിൽ k equal to 4 എന്ന് കൊടുക്കേണ്ടി വന്നേനെ. ഇതിപ്പോൾ k equal to 1, k ലെസ് ദാൻ ഓർ ഈക്വൽ ടു i, k പ്ലസ് പ്ലസ്. ഓക്കെ, എന്നിട്ട് ഇവിടെ വന്നിട്ട് സിസ് ഔട്ട് കൊടുത്തിട്ട് എന്ത് വേണം? സ്റ്റാർ പ്രിന്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഒരു റോയിലെ എല്ലാ സ്റ്റാറും പ്രിന്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ലൈൻ പോകാൻ പാടുള്ളൂ. അതുകൊണ്ട് ഈ ln കൊടുക്കുക, ln മാറ്റുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റോയിലെ സ്പേസിങ്ങും കഴിഞ്ഞു, സ്റ്റാറും കഴിഞ്ഞു. ഇനി ഇത് നെക്സ്റ്റ് റോയിലോട്ട് പോകണമല്ലോ, ഇല്ലെങ്കിൽ ഇതെല്ലാം ഒറ്റയടിക്ക് ഒരു ലൈനിൽ പ്രിന്റ് ആവും. അപ്പോൾ ഈ 2 ഫോർ ലൂപ്പിനെയും പുറത്ത് വന്നിട്ട് നിങ്ങളൊരു സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് എല്ലാം കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് റോയിലെ സ്പേസും സ്റ്റാറും പ്രിന്റ് ചെയ്തതിന് ശേഷം ഇത് നെക്സ്റ്റ് ലൈനിൽ പോയിന്റ് ചെയ്യും.
എന്നിട്ട് അവിടുത്തെ സ്പേസും സ്റ്റാറും പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ്. പിടികിട്ടിയല്ലോ? അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ പഴയ പാറ്റേൺ എങ്ങനെയാണ് റൺ ചെയ്യുന്നതെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് പഴയ പാറ്റേൺ, ഞാൻ കാണിച്ച പാറ്റേൺ ആയിരിക്കും കിട്ടുന്നത്. ദാ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. നമുക്കിപ്പോൾ ഇങ്ങനെയല്ലല്ലോ, ഹിൽ പാറ്റേൺ കിട്ടണം, അതും ഇടയ്ക്ക് സ്പേസിങ് വേണം, ശരിയല്ലേ? അപ്പോൾ അതാ ഇവിടെ ഈ സ്റ്റാർ പ്രിൻറ്റ് ചെയ്യുന്നിടത്ത് തൊട്ട് മുന്നേ ഒരു സ്പേസ് നിങ്ങൾ കൊടുത്താൽ മതി. അപ്പോൾ ഇത് പ്രിൻറ്റ് ചെയ്യുമ്പോൾ ദാ കറക്റ്റായിട്ട് അതുപോലെ വന്നു. ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ മനസ്സിലായില്ല എന്തിനാണ് ആ പഴയ പാറ്റേൺ കാണിച്ചതെന്ന്. ആ പാറ്റേണിൻ്റെ ഫ്ലോ മനസ്സിലായി, ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് മനസ്സിലാവാത്തവർക്ക് വേണ്ടി പറയാം. ഇത് ആദ്യം ഐയുടെ വാല്യൂ എത്രയാണ്? 1, ശരിയല്ലേ? 1 ≤ 5 ആണല്ലോ, അതെ. അപ്പോൾ ഇന്നർ ലൂപ്പിനകത്തോട്ട് പോകും. അപ്പോൾ ജെയുടെ വാല്യൂ എത്രയാണ്? ആദ്യം 4. 4 എന്ന് പറയുന്നത് > 1 ആണോ? അതെ. അപ്പോൾ ആദ്യത്തെ സ്പേസ് പ്രിൻ്റായി. അത് കഴിഞ്ഞ് ജെ ഡിക്രിമെൻ്റ് ആയി 3 ആയി. 3 > 1 ആണോ? അതെ. അപ്പോൾ അടുത്ത സ്പേസ് പ്രിൻ്റായി. ജെ ഡിക്രിമെൻ്റ് ആയി 2 ആയി. 2 > 1 ആണോ? അതെ. അടുത്ത സ്പേസ് പ്രിൻ്റായി. പിന്നെ ഡിക്രിമെൻ്റ് ആയി 1 ആയി. അടുത്ത സ്പേസ് പ്രിൻ്റായി. ഓക്കെ, വീണ്ടും ഡിക്രിമെൻ്റ് ആയി 0 ആയി. അപ്പോൾ 0 > 1 ആണോ? അല്ല. അവിടെ വെച്ച് കണ്ടീഷൻ തെറ്റി. അപ്പോൾ സ്പേസ് പ്രിൻ്റ് ആവില്ല, ഈ ലൂപ്പിൽ നിന്ന് വെളി വരും. അപ്പോൾ ഇപ്പോൾ ടോട്ടൽ എത്ര സ്പേസ് പ്രിൻ്റായി? 4 സ്പേസ് പ്രിൻ്റായി. അഞ്ചാമത്തെ കണ്ടീഷൻ എത്തിയപ്പോഴത്തേക്കും കണ്ടീഷൻ തെറ്റിയല്ലോ, അപ്പോൾ സ്പേസ് ഒന്നും പ്രിൻ്റ് ആവില്ല. അപ്പോൾ ഇപ്പോൾ 4 സ്പേസ് പ്രിൻ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി എന്ത് വരും? ഈ താഴത്തെ ലൂപ്പിൽ വരും. അപ്പോൾ ആദ്യം എത്രയാണ്? കെയുടെ വാല്യൂ 1 ആണ്, ശരിയല്ലേ? 1 < i. 1 < ഐയുടെ വാല്യൂ എത്രയാണ്? 1 ആണ്, ശരിയല്ലേ? ഇതിനകത്തോട്ട് വരും. എന്നിട്ട് എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പേസ് ഇട്ടിട്ട് ഒരു സ്റ്റാർ കൂടെ പ്രിൻ്റ് ആവും. പിടികിട്ടിയല്ലോ? ഓൾറെഡി സ്പേസിംഗ് ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു സ്പേസ് ഇട്ട് ഒരു സ്റ്റാർ പ്രിൻ്റ് ആയി. പിടികിട്ടിയല്ലോ? ഇനി കെയുടെ വാല്യൂ ഇൻക്രിമെൻ്റ് ആയി 2 ആയി. അപ്പോൾ 2 < 1 അല്ലല്ലോ, അല്ല. അപ്പോൾ ഈ കണ്ടീഷൻ തെറ്റി, ഈ ലൂപ്പിന് പുറത്ത് വന്നു, ഒരു നെക്സ്റ്റ് ലൈൻ പ്രിൻ്റ് ആയി. അപ്പോൾ ഈ ആദ്യത്തെ റോയിൽ അത്രയും സ്പേസിങ്ങും പിന്നെ ഒരു സ്പേസും ഇട്ടിട്ട് ഒരു സ്റ്റാർ പ്രിൻ്റായി. മനസ്സിലായല്ലോ? എന്നിട്ട് പുറത്ത് വന്ന് നെക്സ്റ്റ് ലൈൻ പ്രിൻ്റായി. ഇനി നെക്സ്റ്റ് ഐയുടെ വാല്യൂ എത്രയാവും? 2 ആവും, ശരിയല്ലേ? അപ്പോൾ 2 ആവുമ്പം വീണ്ടും ഈ കണ്ടീഷൻ ചെക്ക് വരും. അതായത് ആദ്യം ഇതിൻ്റെ വാല്യൂ എത്രയാണ്? 4. 4 > 2 ആണോ? അതെ. അപ്പോൾ ആദ്യത്തെ സ്പേസ് പ്രിൻ്റായി. ഡിക്രിമെൻ്റ് ആയി 3 ആയി. ഓക്കെ, 3 > 2 ആണോ? അതെ. അടുത്ത സ്പേസ് പ്രിൻ്റായി 2 ആയി. 2 > 2 ആണ്, ശരിയല്ലേ? അപ്പോൾ ഒരു സ്പേസ് കൂടെ പ്രിൻ്റായി. വീണ്ടും ഡിക്രിമെൻ്റ് ആയി 1 ആയി. 1 > 2 അല്ല, ശരിയല്ലേ? അപ്പോൾ ഈ കണ്ടീഷൻ തെറ്റി, ഇവിടുന്ന് പുറത്ത് വന്നു. അപ്പോൾ എന്താണ്? 3 സ്പേസ് പ്രിൻ്റായി. ഈ കണ്ടീഷൻ എത്തിയപ്പോൾ തെറ്റിയല്ലോ. എന്നിട്ട് ഈ താഴത്തെ ലൂപ്പിലോട്ട് വരും. ഓക്കെ, ആദ്യം അപ്പോൾ എത്രയാണ്? കെയുടെ വാല്യൂ 1 ആണ്. 1 < 2 ആണല്ലോ, അതെ. അപ്പോൾ സ്പേസ് ഇട്ട് ആദ്യത്തെ സ്റ്റാർ പ്രിൻ്റായി. ഓക്കെ, എന്നിട്ട് കെയുടെ വാല്യൂ കൂടി 2 ആയി. 2 < 2 ആണ്, ശരിയല്ലേ? അപ്പോൾ എന്ത് പറ്റും? വീണ്ടും സ്പേസ് ഇട്ടിട്ട് ഒരു സ്റ്റാർ കൂടെ പ്രിൻ്റായി. മനസ്സിലായല്ലോ? എന്നിട്ട് ഇത് നെക്സ്റ്റ് ലൈൻ വന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ്. പിടികിട്ടിയല്ലോ? അപ്പം നിങ്ങൾക്ക് നേരത്തെ എൻ്റെ പാറ്റേൺ ഞാൻ എടുത്ത് കാണിച്ചതാണ്. അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതുപോലെ ചെയ്തിട്ട് ജസ്റ്റ് സ്റ്റാറിന് മുമ്പ് ഒരു സ്പേസ് കൊടുത്താൽ മതി. മനസ്സിലായല്ലോ? അപ്പോൾ ഈ പ്രോഗ്രാം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്റ്റാറിന് പകരം എന്ത് വേണമെങ്കിലും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇവിടെ പ്രിൻറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് 3 എന്ന് ഞാൻ എക്സാമ്പിളിൽ കാണിച്ചിരുന്നു. സ്പേസ് ഇട്ട് 3 കൊടുത്താൽ സ്പേസ് ഇട്ട് 3 തന്നെ പ്രിൻ്റ് ആവും. ഇതാ കണ്ടല്ലോ? അതുപോലെ എന്ത് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആമ്പസെൻ്റ് കൊടുക്കണമെങ്കിൽ ആമ്പസെൻ്റ് കൊടുക്കാം. അപ്പോൾ സ്പേസ് ഇട്ടിട്ട് അത് പ്രിൻ്റ് ആവും. ഇതാ നമ്മുടെ പിരമിഡ് രീതിയിൽ തന്നെ എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആ സ്പേസിങ് ഇട്ട് സ്റ്റാർ പ്രിൻറ്റ് ചെയ്യുന്ന പ്രോഗ്രാം ഓർത്താൽ മതി. എന്നിട്ട് പ്രിൻറ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു സ്പേസ് ഇട്ട് ഇത് പ്രിൻറ്റ് ചെയ്താൽ മതി. അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. താങ്ക് യു.